അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഫലസ്തീനിലൊക്കെ പോയി വന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങൾക്ക് ഞാൻ തരുന്ന സിമ്പിൾ ചലഞ്ച്, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത് പോലെ ഈ ആയത്തൊന്ന് പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഇനി പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഹലാലായ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായി കരുതിയിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഇരു കൈകൾ നീട്ടി ചോദിക്കുക. ഞാൻ ഈ ആയത്ത് പറയാനുള്ള കാരണം, ഈ ആയത്തിന് ഭയങ്കര പവറാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീന പോയി വരുന്ന സമയത്ത് മൂസാ നബിൻ്റെ കയ്യിൽ ഒന്നുമില്ല. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, താമസിക്കാൻ വീടില്ല, ഉടുക്കാൻ നല്ലൊരു വസ്ത്രം പോലും ഇല്ല. ഇതൊന്നുമില്ലാത്ത വട്ടപൂജ്യമായ സീറോ ആയ മൂസാ നബി അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ചോദിച്ചൊരായത്താണ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ചോദിച്ചു, സെക്കൻഡുകൾ കൊണ്ട് എല്ലാം കൊടുത്തു. കുടിക്കാൻ വെള്ളമായി, കഴിക്കാൻ ഭക്ഷണമായി, ഉടുക്കാൻ വസ്ത്രമായി, താമസിക്കാൻ വീടായി, എല്ലാമായി സീറോ ടു ഹീറോ ആയ ചരിത്രം അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ പവർഫുൾ ആയ ആയത്താണ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ വീഡിയോ കേൾക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ചൊല്ലിയിട്ട് ഓതിയിട്ട് ആത്മാർത്ഥമായിട്ടും ചോദിച്ചു പോയിക്കാണ്. ഇൻഷാ അല്ലാഹ് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഹൈറാവും. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ഹൈറിനാണ് എന്നുള്ള ഒരു തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സുണ്ടായാൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും, പെർഫെക്റ്റ് ഓക്കെ ആവും. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ കാരണം മറ്റേതെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഈ ആയത്ത് പതിവാക്കുകയോ അയാളുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് ഞാൻ ഒരു കാരണക്കാരനായാൽ മിസ്ലു സവാബ്, തത്തുല്യ പ്രതിഫലം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ മുഖേന മറ്റൊരാൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും നമുക്കാണെന്നാണ് ഇസ്ലാമിൻ്റെ മാനദണ്ഡം. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.